നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരുവ് ഗുണ്ടകളെ കൊണ്ട് നിറയുകയാണ് CPM എന്ന പാർട്ടി. പത്തനംതിട്ടയിൽ ഒരു പറ്റം ഗുണ്ടകളെയാണ് ഇപ്പോൾ മാലയിട്ട് സ്വീകരിച്ച് ആനയിച്ചിരിക്കുന്നത്. മുൻപ് ഇതേ വിവാദം പത്തനംതിട്ടയിൽ ഉണ്ടായതാണ്. അന്നും മന്ത്രി വീണ ജോർജാണ് ഗുണ്ടകളെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച് അംഗത്വമൊക്കെ കൊടുത്തത്. അത് വലിയ വിവാദമാകുകയും ഒക്കെ ചെയ്തതാണ്. എന്നാൽ അതുകൊണ്ടൊന്നും പാർട്ടി പഠിച്ചിട്ടില്ല. ഇവരുടെ തന്നിഷ്ടവും ധാർഷ്ട്യവും ഒക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ വീണ്ടും കുറെ ഗുണ്ടകളെ സ്വീകരിച്ചിരിക്കുകയാണ്. പുതുതായി CPM പാർട്ടിയിലേക്ക് സ്വീകരിച്ചവരിൽ റൌഡി പട്ടികയിൽ ഉൾപ്പെട്ടയാളും ക്രിമിനൽ കേസ് പ്രതികളും ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. മലയാലപ്പുഴ സ്റ്റേഷനിലെ റൌഡി പട്ടികയിൽ ഉൾപ്പെട്ട വെട്ടൂർ സ്വദേശി സിദ്ദിഖ്, വിവിധ കേസുകളിൽ പ്രതികളായ പ്രമാടം സ്വദേശികൾ മാജിക് കണ്ണൻ, അരുൺ എന്നിവരുമാണ് പാർട്ടിയിൽ ചേർന്നിരിക്കുന്നത്. പോലീസുകാരനെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതടക്കം 4 കേസിലെ പ്രതിയാണ് സിദ്ദിഖ്. വധശ്രമ കേസിൽ ദിവസങ്ങൾക്ക് മുൻപ് ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ആളാണ് അരുൺ. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി 50-ലധികം പേരാണ് പാർട്ടിയിൽ ചേർന്നത്. ഈ കൂട്ടത്തിലെ പ്രധാനികളാണ് ഈ 3 പേരും. മാസങ്ങൾക്ക് മുൻപ് കാപ്പ കേസ് പ്രതിയടക്കം പാർട്ടിയിൽ ചേർന്നത് വലിയ വിവാദമായിരുന്നു. എന്നാൽ അതൊന്നും ഇവർക്ക് പ്രശ്നമേ അല്ല. ഗുണ്ടകളെങ്കിൽ ഗുണ്ടകൾ, പാർട്ടിയിൽ ആള് ചേർന്നാൽ മതി. കൊള്ളാവുന്ന ഒരുത്തനെ പോലും ഈ പാർട്ടിയിലേക്ക് ചേർക്കാൻ ഇവർക്ക് കഴിയുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യം ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ്. കാരണം ഗതികെട്ട ഒരു പാർട്ടിയായിട്ട് CPM മാറുകയാണ്. വഴിയിൽ കൂടി പോകുന്ന ഏത് അണ്ടനും അടകോടനും വരെ, ഏത് കൊള്ളക്കാരനും കൊലപാതകിക്കും വരെ പാർട്ടിയിൽ ഒരു പദവി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് CPM എത്തിയിട്ടുണ്ട്. ഇതൊക്കെ പിണറായി വിജയന്റെ കാലത്ത് മാത്രമേ നടക്കുകയുള്ളൂ. മുൻപ് ഇതൊന്നും നടക്കുമായിരുന്നില്ല. എന്തായാലും CPM-ന്, പത്തനംതിട്ടയിലെ CPM-ന് ഇനി വലിയ അഹങ്കാരമാകാം. കാരണം ശത്രുക്കളെയൊക്കെ ഉണ്ടെങ്കിൽ സ്കെച്ചിട്ട് തീർക്കാൻ കൂട്ടത്തിൽ തന്നെ ആളുകൾ ഉണ്ടല്ലോ. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിയിൽ ഇതിനേക്കാൾ വലിയ ഗുണ്ടകളുണ്ട്. 51 വെട്ടാൻ കഴിവുള്ള എത്രയോ കഴിവ് തെളിയിച്ച CPM-കാർ ഈ കൂട്ടത്തിലുണ്ട്. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർ നിസ്സാരക്കാരായിരിക്കാം. എങ്കിലും ഈ പാർട്ടിയിലേക്ക് ഇവരെയൊക്കെ സ്വീകരിക്കാൻ ഒരു മടിയും, അതായത് ഇത്തരം തറ ഗുണ്ടകളെയൊക്കെ പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരു കാലത്തിലേക്ക് ഈ പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നൊരു കാര്യമുണ്ട്, ഈ ഗുണ്ടകളും പാർട്ടിയിൽ ചേർന്നതിന് മറ്റൊരു കാര്യമുണ്ട്. കേസുകളൊക്കെ ഇനിയിപ്പോൾ ഇല്ലാതായിക്കോളുമല്ലോ. ഇവരുടെ പേരിലുള്ള ക്രിമിനൽ കുറ്റങ്ങളെല്ലാം ഇനി അതിന്റെ പേരിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല. അതിൽ നിന്നൊക്കെ ഊരിയെടുക്കാൻ പാർട്ടി തന്നെ മുന്നിട്ട് നിൽക്കും. ആ ഒരു കണക്കുകൂട്ടൽ കൂടി ഉള്ളത് കൊണ്ടായിരിക്കാം ഈ ഗുണ്ടകളെല്ലാവരും ഇപ്പോൾ പാർട്ടിയിലേക്ക് ചേക്കേറുന്നത്. കഴിഞ്ഞ ഇടയ്ക്ക് മന്ത്രി വീണ ജോർജ് പാർട്ടിയിലേക്ക് അംഗത്വം കൊടുത്ത ഗുണ്ടകൾ ഉണ്ടായിരുന്നല്ലോ. അവരുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഈ ഒരു കാര്യം തന്നെയായിരുന്നു. അതായത് ഈ പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ പേരിലുള്ള കേസുകളൊക്കെ ഇല്ലാതായിക്കോളുമല്ലോ, അതുകൊണ്ടാണ് ചേർന്നത് എന്നുള്ളത്. അപ്പോൾ ഇനിയും വരുന്നവർക്ക് ഇതൊക്കെ തന്നെയായിരിക്കാം ചിന്ത. എന്തായാലും MV ഗോവിന്ദന് നല്ല അഭിമാനിക്കാനുള്ള വക ഉണ്ടായിട്ടുണ്ട്. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ മാത്രമേ ഇതൊക്കെ നടക്കുന്നുള്ളല്ലോ. എന്തായാലും വലിയ അംഗീകാരത്തിന്റെ നെറുകയിലാണ് CPM. തറ ഗുണ്ടകളും വെട്ടുകേസ് പ്രതികളും പോലീസുകാരെ പഞ്ഞിക്കിടുന്നവന്മാരെയും ഒക്കെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയാണ്. വരും കാലത്ത് ഒരു ഗുണ്ടാ പാർട്ടിയായിട്ട് CPM മാറും. അല്ലെങ്കിൽ തന്നെ ഗുണ്ടാ പാർട്ടിയാണല്ലോ. ഇവരുടെ ധാർഷ്ട്യവും വെല്ലുവിളികളും ഒക്കെ ആർക്കാണ് അറിയാത്തത്? ഇനിയിപ്പോൾ കൊല്ലാനും കൊല്ലിക്കാനും ഒക്കെ പുറത്തുനിന്ന് ആളെ എടുക്കണ്ട. അകത്ത് തന്നെ ഇഷ്ടം പോലെ ആളുകൾ ചേക്കേറി കഴിഞ്ഞിട്ടുണ്ട്. ഊരിയെടുക്കാനും ഇവർ തന്നെ മതിയല്ലോ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.